നിങ്ങൾക്കറിയോ, ഞങ്ങളുടെ അതായത് ബയോളജി അല്ലെങ്കിൽ സൈക്കോളജി മെയിൻ വിഷയങ്ങളാക്കി എടുത്ത് പഠിക്കുന്നവരുടെ മുന്നിലുള്ള പ്രധാന ടാസ്ക് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും. പ്രോജക്റ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ, ഈവൻ എക്സാം ആണോ എന്നൊക്കെ. അതൊന്നുമല്ല. നമ്മൾ ഇതിൻ്റെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഓരോ മെൻ്റൽ ഇഷ്യൂസ് പറയുമ്പോഴും ബയോളജിക്കൽ ഇഷ്യൂസ് പറയുമ്പോഴും ഇത് താനല്ലയോ അത്, അതായത് എനിക്കുണ്ടല്ലോ ഈ പ്രോബ്ലം എന്ന് നമുക്ക് തോന്നും. ഈ തോന്നലിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ പലതും തിരിച്ചറിഞ്ഞു തുടങ്ങുന്നതും പഠിക്കാൻ തുടങ്ങുന്നതും. ഏത് ലക്ഷണങ്ങളും ആവട്ടെ, എല്ലാവരിലും കുറച്ചോ കൂടിയോ അളവിൽ പല രീതിയിൽ ഉണ്ട്. ഇത് ഒരാളുടെ നോർമൽ ഫങ്ഷനിങ്ങിനെയോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഒരാളുടെ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയോ ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ ഡയഗ്നോസിസോ ട്രീറ്റ്മെൻറ്റിനോ ഒക്കെ പ്രാധാന്യമുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവാണ്. ബയോളജിക്കൽ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ നമുക്ക് പല ടെസ്റ്റുകളിലൂടെയും കണ്ടുപിടിക്കാം. പക്ഷെ മെൻ്റൽ ടെസ്റ്റുകൾ എത്രത്തോളം റിലയബിൾ ആണ് എന്ന് നമുക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല. ഡിപ്പെൻസ് ഓൺ പേഴ്സണാലിറ്റി, ഡിപ്പെൻസ് ഓൺ സജസ്റ്റബിലിറ്റി ഒക്കെയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നിങ്ങളിപ്പോൾ പല റീൽസും കാണുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ പല ഡയഗ്നോസിസും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് എടുത്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ റീൽസുകൾ കഴിയുന്നതും ഒഴിവാക്കുക. അത് മാത്രമേ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കാനുള്ളൂ. നിങ്ങൾ പറയുന്ന പല പ്രശ്നങ്ങളും, നിങ്ങൾ കാണുന്ന പല പ്രശ്നങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ OCD വളരെ കോമൺ ആയിട്ട്, ബൈപ്പോളർ വളരെ കോമൺ ആയിട്ട്, ഇതിൻ്റെയൊക്കെ എക്സ്ട്രീമിറ്റി എന്താണെന്ന്, ഇതൊക്കെ ഒരു അസുഖമായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം, ആങ്സൈറ്റി ഡിസോർഡർ, OCPD, ഇതൊക്കെ നാർസിസിസ്റ്റിക്. നമുക്ക് ഏറ്റവും എളുപ്പം ഡയഗ്നോസ് ചെയ്യാൻ നാർസിസിസ്റ്റിക് ആണല്ലേ. നമ്മളെ വിലയിരുത്തുന്ന പോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെയും വിലയിരുത്തും, നമ്മളുടെ കണ്ണുകളിലൂടെ, നമ്മളുടെ പെർസെപ്ഷൻ സെറ്റിലൂടെ. അപ്പം മറ്റൊരാൾക്ക് നമ്മൾ പോലും അറിയാതെ നമുക്ക് അവരോടുള്ള വിദ്വേഷത്തിൻ്റെയോ നമ്മളുടെ എന്തോ ഇമോഷൻ സാറ്റിസ്ഫൈഡ് ആവാത്തതിൻ്റെയോ പേരിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അങ്ങോട്ട് കൽപ്പിച്ചു കൊടുക്കുകയാണ്. അത്ര സിമ്പിളല്ല ഒരസുഖവും. അതൊരു അൺഎത്തിക്കലായിട്ടുള്ള കാര്യം കൂടിയാണ്. ഇതൊന്ന് പറയണമെന്ന് തോന്നി. അതിനാണ് ഇന്നത്തെ ഈ വീഡിയോ.